ഇന്ന് നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രൈലോമ ക്രീമിനെ പറ്റിയാണ്. ട്രൈലോമ ക്രീം എന്ന് പറയുമ്പോൾ 3 കോമ്പിനേഷൻസ് ആണെന്ന് പറയുന്നത്. ഒന്ന് ഹൈഡ്രോക്വിനോൺ, ടെറ്റിനോയിൻ ആൻഡ് ഫ്ലൂസിനോൺ അസറ്റോനൈഡ്. ഇത് ഹൈഡ്രോക്വിനോൺസ് എന്നത് നമ്മുടെ സ്കിന്നിന് ലൈറ്റൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൽ നിന്ന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഫെയ്ഡ് ചെയ്യുന്നുണ്ട്. റെറ്റിനോയിൻ എന്ന് പറയുന്നത് ഒരു റെറ്റിനോയിഡാണ്. അതെന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിങ് സെൽ ടേൺ ഓവർ ആൻഡ് കൊളാജൻ പ്രൊഡക്ഷൻ ആയിരിക്കും. കൊളാജൻ പ്രൊഡക്ഷൻസ് കൂട്ടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഫ്ലൂസിനോൺ അസറ്റോനൈഡ്, അതൊരു കോർട്ടിക്കോസ്റ്റെറോയിഡാണ്. അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ പറയുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ലാക്സേറ്റീവ്സ് ആണ്. ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് സഹായിക്കുന്നത്? കോൺസ്റ്റിപ്പേഷൻസ് ആണ്. കോൺസ്റ്റിപ്പേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റൂൾ ഹാർഡൻ ആവുന്ന ഒരു പ്രോസസ്സാണ്. സോ യൂസ് എന്ന് പറയുമ്പോൾ ലാക്സേറ്റീവ് യൂസ് എന്ന് പറയുമ്പോൾ അക്യൂട്ട് ഓർ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻസ് ബിഫോർ കൊളോണോസ്കോപ്പി ആയിരിക്കും. The constipations it's mainly affecting the pregnancy or elderly peoples ആയിരിക്കും. സോ ലാക്ടേസ് എന്ന് പറയുന്നത് ഒരു OTC ഡ്രഗ്സും കൂടിയാണ്. ദാറ്റ് ആക്ട്സ് ബൈ ഇൻക്രീസ് ബവൽ മൂവ്മെൻറ്റ് ആയിരിക്കും. സോ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ലാക്സേറ്റീവ്സിന്. സ്റ്റിമുലൻറ്റ് ഓർ ഇറിറ്റൻറ്റ്, ഒരു സലൈൻ ഓർ ഓസ്മോട്ടിക് കാത്തറ്റിക്സ്, ബൾബ് ഫോമിംഗ് ഏജൻറ്റ്, ഓൺ സ്റ്റൂൾ സോഫ്റ്റ്നർ, ലൂബ്രിക്കൻസ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. സോ ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിപ്പേഷന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. കോൺസ്റ്റിപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റൂൾ ഹാർഡൻ ചെയ്യുന്നു. യൂസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ബിഫോർ കൊളോണോസ്കോപ്പി. കോൺസ്റ്റിപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി അഫക്റ്റിംഗ് ദ പ്രഗ്നൻറ്റ് ഓർ എൽഡർലി പീപ്പിൾ. അതുപോലെ തന്നെ ലാക്സേറ്റീവ്സ് എന്നൊരു OTC ഡ്രഗ്സാണ്. അതിന് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സിനെ കൂട്ടുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. സ്റ്റിമുലൻറ്റ് ഇറിറ്റൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സലൈൻ ഓസ്മോട്ടിക് കാത്തറ്റിക്സ് ഉണ്ട്, ബൾബ് ഫോമിംഗ് ഏജൻറ്റ് ഉണ്ട്, സ്റ്റൂൾ സോഫ്റ്റ്നർ ഉണ്ട്, ആൻഡ് ലൂബ്രിക്കൻസ്. പിന്നെ നമ്മൾ തന്നെ ലാക്സേറ്റീവ്സിൽ വരുന്ന 2 പ്രോഡക്റ്റ്സുകളാണ് പറയുന്നത്. സെന്ന ഇറ്റ്സ് ആൻ അനദർ നെയിം, സിനോണമാണ്. വൈറ്റമിൻസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. വാട്ടർ സോളിബിൾസ് ഉണ്ട്, ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും ഉണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് പറയുന്നത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആണ്. അതാണ് ADEK. സോ അതിൽ ഫസ്റ്റ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് റെറ്റിനോൾസ് ആണ്. വൈറ്റമിൻ A, റെറ്റിനോൾ എന്നാണ് മറ്റൊരു പേര്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ട്രൈലോമ ക്രീമിനെ പറ്റിയാണ്. ട്രൈലോമ ക്രീം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻസ് ഓഫ് ഹൈഡ്രോക്വിനോൺ ആൻഡ് ടെറ്റിനോൾ പ്ലസ് ഫ്ലൂസിനോൺ ആൻഡ് അസറ്റോനൈഡ്. സോ ഇതൊരു സ്കിൻ ലൈറ്റൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ്. അത്